ഇത് മാസ് മോട്ടോഴ്സിന്നാണ് നമ്മൾ ഹോണ്ട യൂണിക്കോൺ വണ്ടി നമുക്ക് വർക്കിനായിട്ട് ഇടുന്നത്. അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞാൽ കംപ്ലയിൻറ്റ് വണ്ടിക്ക് വലിയില്ല, അതേപോലെ തന്നെ പൊല്യൂഷൻ പാസ്സാവുന്നില്ല. ഈ രണ്ട് കേസാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് കാർബറേറ്റർ ഉണ്ടോ? ഞാനത് കാർബറേറ്റർ അഴിച്ച് നോക്കുമ്പോൾ എൻ്റെ ജെറ്റൊക്കെ ഫുള്ള് ബ്ലോക്കായ അവസ്ഥയിലാണ് ഇരുന്നത്. അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റാക്കി. പക്ഷേ കാര്യമില്ല, പെട്രോൾ ഈ അടിയിക്കടെ ഇങ്ങനെ ഓവർഫ്ലോ ഒന്നും ഇരിക്കാതല്ല. വേറൊരു മാർഗ്ഗമില്ല. കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വയ്ക്കുക, വേറൊരു ഓപ്ഷൻ ഇല്ല നമുക്ക് കേട്ടോ. ഇപ്പോൾ ഈ ഹോണ്ടയുടെ കമ്പനി ആയിട്ട് മേടിച്ച് വയ്ക്കാന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5000 രൂപ മുകളിൽ ചിലവ് വരും. ഇതിൻ്റെ തന്നെ വാക്യൂം പിസ്റ്റൺ ഇല്ലാത്ത മോഡൽ വേറെ ഒരെണ്ണം വന്നുണ്ട്, സ്പാർക്കോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ. അത് മേടിച്ച് വെച്ചാൽ മതി, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഏത് വെച്ചാലും കംപ്ലൈൻറ്റാണ്. ഇപ്പോൾ ഇത് വെച്ചാൽ കമ്പനി ഐറ്റം മേടിച്ച് വെച്ചാലും ഈ സ്പാർക്കോ എന്ന് പറഞ്ഞ ഐറ്റം മേടിച്ച് വെച്ചാലും രണ്ടും കംപ്ലൈൻറ്റ് വരും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇപ്പോൾ ഈ സ്പാർക്കോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അത്രയും കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഇത് മാറ്റാതെ ഒരു വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ അഴിച്ച് നോക്കി, കുറേ പണിപ്പെട്ടു, 3-4 പ്രാവശ്യം അത് അഴിച്ച് ഓവർഫ്ലോൻ്റെ കേസ് റെഡിയാക്കാനായിട്ട് നോക്കി, നടപടിയില്ല. കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാൻ തരുള്ളൂ. ഓവർഫ്ലോ അല്ല, ഇപ്പം നിലവിൽ ജെറ്റ് ബ്ലോക്കായിട്ട് നമ്മൾ അഴിച്ചത്. പക്ഷേ കാർബറേറ്ററിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ ഓവർഫ്ലോൻ്റെ പ്രശ്നമാണ്. ജെറ്റ് ചെയ്യാൻ മാറ്റി പുതിയത് കിട്ടും, പക്ഷേ കാര്യമില്ല, ഓവർഫ്ലോൻ്റെ പ്രശ്നമുണ്ട്. കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കണം കേട്ടോ. എന്തെങ്കിലും വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടും. കുറേ സമയം പോയെന്നുള്ളതാണ്, പ്രത്യേകിച്ച് വേറില്ല. ഓക്കെ.